ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഫിലിപ്പൈൻസിന്റെ മണ്ണിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയാണിത്. ദക്ഷിണ ചൈന കടലിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഫിലിപ്പൈൻസിന് കരുത്ത് നൽകുന്ന ഈ നീക്കം മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും. ഏഷ്യൻ ജിയോപൊളിറ്റിക്സിൽ ഈ നീക്കങ്ങൾ എന്നും മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫിലിപ്പൈൻസിൽ എത്തിയത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി നിരന്തരം തർക്കത്തിലേർപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ കുതിക്കുന്ന ബ്രഹ്മോസിനെ തടയാൻ നിലവിൽ ചൈനയുടെ പക്കൽ കാര്യമായ പ്രതിരോധ സംവിധാനങ്ങളില്ല. കടലിലൂടെ അതിക്രമിച്ചു കയറുന്ന ചൈനീസ് കപ്പലുകളെ കരയിലിരുന്ന് തന്നെ തകർക്കാൻ ഫിലിപ്പൈൻസിന് ഇനി സാധിക്കും. ഇന്ത്യയുടെ ഈ നീക്കം ദക്ഷിണ ചൈന കടലിലെ ബാലൻസ് ഓഫ് പവറിനെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാലികാട്ടൻ സൈനിക അഭ്യാസം ശ്രദ്ധേയമാണ്. അമേരിക്കയും ഫിലിപ്പൈൻസും നടത്തുന്ന ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസമാണിത്. ഇതിൽ ഇന്ത്യ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും നമ്മുടെ മിസൈലുകൾ അവിടെ എത്തിയത് തന്ത്രപരമായ സന്ദേശമാണ്. ചൈനയെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്കും ഫിലിപ്പൈൻസിനും ഇപ്പോൾ ഇന്ത്യയുടെ കരുത്തുറ്റ ആയുധം കൂട്ടുണ്ട്. ഇന്ത്യ കേവലം ഒരു ആയുധ ഇറക്കുമതി രാജ്യമല്ല, മറിച്ച് ലോകശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പ്രതിരോധ പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നയതന്ത്ര വിജയമാണ്. 2026 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് വേഗത്തിലാണ് വളരുന്നത്. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ ബ്രഹ്മോസിനായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. ചൈനയെ തന്ത്രപരമായി വളയാനുള്ള ഇന്ത്യൻ നീക്കത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഇതിനെ കാണാം. ചൈനയുടെ കണ്ണിലെ കരടായി ബ്രഹ്മോസ് മാറിക്കഴിഞ്ഞു എന്നതിന് തെളിവാണ് ബെയ്ജിങ്ങിൽ നിന്നുള്ള ആശങ്കകരമായ പ്രതികരണങ്ങൾ. ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ലോകത്തിന്റെ നയതന്ത്ര ഭൂപടം മാറ്റിമറിക്കുകയാണ്. ഇത് വെറുമൊരു മിസൈൽ കൈമാറ്റമല്ല, മറിച്ച് ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ ഉറച്ച ചുവടുവയ്പ്പാണ്.